അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആഫിയത്തും ആരോഗ്യവും ഒരുപാട് കാലം അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞ് മരിക്കാനും അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മജ്ലിസിനെ അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പരിശുദ്ധമായ സഫർ മാസത്തിന്റെ 29ാമത്തെ രാവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ 29ാമത്തെ ദിനമാണ്. നാളെ ബുധനാഴ്ച 29ാമത്തെ ദിനമാണ് സഫർ മാസം. നാളെ മഗ്‌രിബോട് കൂടി നമ്മൾ പിറ കണ്ടാൽ ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച നമ്മൾ റബീഉൽ അവ്വൽ 1 പ്രവേശിക്കും. നാളെ മഗ്‌രിബോട് കൂടി നമ്മൾ നിലാവ് കണ്ടില്ല എങ്കിൽ വ്യാഴാഴ്ച സഫർ മാസം 30 പൂർത്തിയാക്കി വെള്ളിയാഴ്ചയായിരിക്കും നമ്മൾ റബീഉൽ അവ്വൽ 1 പ്രവേശിക്കുക. ഇത് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അൽഹംദുലില്ലാഹ്, ഏതായാലും നമ്മൾ പരിശുദ്ധമായ സഫർ മാസത്തിന്റെ ഏകദേശം ലാസ്റ്റ് എന്ന് തന്നെ പറയാം, അവസാനത്തെ രാവ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ആ ഒരു രൂപത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മൾ എല്ലാവരും 29ാമത്തെ രാവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ 29ാമത്തെ ദിവസമാണ്. മാത്രമല്ല, ഇനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സഫർ മാസത്തിന്റെ ഒടുവിലത്തെ ഏറ്റവും അവസാനത്തെ ബുധനാഴ്ച രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നാളെ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച പകലാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രത്യേകം കരുതിയിരിക്കണം, അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ ഇതാ പ്രവേശിച്ചിരിക്കുകയാണ്. വിശദമായി സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച, സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച എന്നല്ല, എല്ലാ അറബി മാസത്തിലെയും ഒടുവിലത്തെ ബുധനാഴ്ച പ്രത്യേകം സൂക്ഷിക്കണമെന്ന് നമുക്ക് ഒരുപാട് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ഹദീസുകളും നമുക്കതിന് തെളിവാണ്. അപ്പോ അങ്ങനെ നബി തങ്ങൾ പ്രത്യേകം സൂക്ഷിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ ചില ദിക്റുകളും ചില സ്വലാത്തുകളൊക്കെ ചൊല്ലി നമുക്ക് എന്താണോ അല്ലാഹു തആല ആപത്ത് മുസീബത്ത് എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടിമാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ചില ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും അള്ളാഹുവിന്റെ ഇസ്മുകളുമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ പ്രത്യേകമായി ഇൻഷാ അല്ലാഹ് ദുആരക്കും. സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച പ്രത്യേകം സൂക്ഷിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ലക്ഷത്തിൽ പരം വരുന്ന 3,24,000 എന്നൊക്കെ പല കിതാബുകളിലും അതിന്റെ എണ്ണം കാണാൻ, ഏകദേശം 3 ലക്ഷത്തിൽ പരം വരുന്ന ആപത്ത് മുസീബത്തുകൾ അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് അയക്കുന്ന ഒരു എന്താ പറയാ നെഹ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു അറബി വാക്കിന്റെ മലയാള പരിഭാഷ, മലയാള അർത്ഥം വരുന്നത് ദുശ്ശഗുണം, അല്ലെങ്കിൽ ഒരു നല്ലതല്ലാത്തത്, ചീത്തതായത് എന്നൊക്കെയാണ് അതിന്റെ മലയാള അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു മുസീബത്തോ എന്തെങ്കിലും ഒരു പ്രയാസമോ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ മജ്ലിസ് കൊണ്ട് നമുക്കതെല്ലാം തട്ടിമാറ്റണം. എല്ലാ നഹ്സുകളും അല്ലാഹു തആല തട്ടിമാറ്റി നമ്മുടെ ജീവിതം വലിയ ഖൈറിലും സമാധാനത്തിലുമാവണം. അതിനുവേണ്ടിയുള്ള പ്രത്യേകമായ മജ്ലിസാണ് ഇൻഷാ അല്ലാഹ് ഉള്ളത്. ഒരു പക്ഷേ ഇത് നമ്മൾ സഫർ മാസത്തിലെ അവസാനത്തെ ദിക്റിന്റെ മജ്ലിസുമാവാൻ സാധ്യതയുണ്ട്. നാളെ ബുധനാഴ്ച മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ നമ്മൾ നേരെ എന്തിലേക്ക് പ്രവേശിക്കും? ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ ഈ ഒരു സമയത്ത് നിലാവ് കണ്ടു എങ്കിൽ വിശ്വാസ യോഗ്യമായ നിലയിൽ നമുക്ക് വിവരം കിട്ടിയാൽ നമ്മൾ പരിശുദ്ധമായ മൗലിദിന്റെ സദസ്സിലേക്കായിരിക്കും പോവുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഈ പരിശുദ്ധമായ സഫർ മാസത്തിൽ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ എല്ലാം അല്ലാഹു തആല പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. വരുന്ന റബീഉൽ അവ്വൽ മാസത്തെ നല്ലതുപോലെ സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് സ്വലാത്തുകൾ പറയുവാനും മുത്തുനബിയെ നമുക്ക് സ്നേഹിക്കുവാനും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ പറയാനും മദ്ഹുകൾ പറയാനും മൗലിദുകൾ ഓതുവാനും അല്ലാഹു തആല എല്ലാത്തിനും ഉപരിയായി മുത്ത് റസൂലിന്റെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എല്ലാ കാര്യത്തിലും സലാമത്തും ഖൈറും ഉണ്ടാവാനുള്ള പ്രത്യേക ഒരു മജ്ലിസാണ് ഇൻഷാ അല്ലാഹ് നമ്മളെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും നല്ല രൂപത്തിൽ നെഹ്സിന്റെ അതുപോലെ ദുശ്ശഗുണത്തിന്റെ എല്ലാ പ്രതിസന്ധികളും ഒക്കെ മാറി
നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും സമാധാനം ഉണ്ടാവാൻ നിങ്ങളൊക്കെ പരസ്പരം ദുആരക്കണം. നമ്മുടെ മജ്‌ലിസിൽ ഇൻഷാ അല്ലാഹ് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മൾ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ ഇമാം ദൈറബി റഹ്മത്തുള്ളാഹി അലൈഹി മുജറബാത്ത് എന്ന കിതാബിൽ ഈ ഒരു വിഷയമൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മഹാനവറുകൾ പറയുന്നത്, മഹാനവറുകളുടെ പല കിതാബുകളുമുണ്ട്, അതിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാം ഈ നഹ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ ഒരു പ്രതിസന്ധികളൊക്കെ മാറാൻ വേണ്ടി പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതൽ പ്രത്യേകം നല്ലതാണ്. അതായത് ഇന്ന് മഗ്‌രിബ് തൊട്ടുള്ള ഈ ഒരു സമയം മുതൽ ബുധനാഴ്ച പകലോ അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലോ ഒക്കെ ആയിട്ട് ഒരു യാസീൻ നമ്മൾ പ്രത്യേകമായി ഓതുക. എന്തിനാണ് ഓതുന്നത്? അല്ലാഹുവേ, എൻ്റെ എല്ലാ പ്രതിസന്ധികളും മാറണം, എല്ലാ നഹ്സുകളും മാറണം, എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും നീ മാറ്റിത്തരണം എന്ന നിയ്യത്തോടു കൂടി ഒരു യാസീൻ ഓതുകയും നമ്മളവിടെ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആയത്തെത്തുമ്പോൾ അത് 7 പ്രാവശ്യം ആവർത്തിച്ച് ഓതി ബാക്കി യാസീൻ പൂർത്തിയാക്കി ഓതാനും മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ യാസീൻ ഓതുന്നില്ല. യാസീൻ നിങ്ങൾ എല്ലാവരും ഒറ്റക്കൊറ്റക്കായിട്ട് ഓതുക. നമ്മൾ ആ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന അതിശ്രേഷ്ഠമായ, അത് വല്ലാത്തൊരു തവക്കുലിന്റെ വാക്കാണ്. അള്ളാഹുലേക്ക് മുക്തമായി നമ്മൾ ഭരമേൽപ്പിക്കുന്നു. അള്ളാഹുവിലേക്കുള്ള തവക്കുലിന്റെ, ഭരമേൽപ്പിക്കലിന്റെ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ രക്ഷയും സമാധാനവും നമുക്ക് എപ്പോഴും ഉണ്ടാവാനുള്ള മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ചെറിയ ഒരു ദിക്റായി നമുക്ക് പറയാം. മാത്രമല്ല അതൊരു ഖുർആൻ ആയത്താണ്. ഉളു ഉള്ളവർക്കും ഇല്ലാത്ത ഉമ്മമാർക്കും ഒക്കെ ഓതാവുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പ്രാവശ്യം നമുക്കത് ഓതിയിട്ട് നമുക്ക് ബാക്കി ദിക്റിലേക്കും സ്വലാത്തിലേക്കും അള്ളാഹുവിന്റെ ഇസ്മിലേക്കും അത് അവസാനം ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് ദുആരക്കാം. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ടോ ആ എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റ് ആയി രേഖപ്പെടുത്തി എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആരക്കും. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകളാണ്. ഈ 2 ആയത്തുകൾ എന്തെല്ലാം അദാബുകൾ, എന്തെല്ലാം പ്രയാസ പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം പരിഹാരമായിട്ടുള്ള ആയത്താണ്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഓതാൻ പോവുകയാണ്. ഈ ആയത്ത് ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അഊദു മാത്രം ഓതിയാൽ മതിയാകുന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم
جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരല്ലേ. അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്തു തരുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെടാൻ, നമ്മളും തൗവാബീങ്ങളിൽപ്പെടാൻ, ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് പൊറുപ്പിക്കാനുള്ള നല്ല മനസ്സുണ്ടാവണം. തെറ്റിലേക്ക് പോകുന്ന ചിന്ത അത് മാറി തെറ്റിലേക്ക് നമ്മൾ പോവാതിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള 2 ഇസ്മുകളുണ്ട്. മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ പറഞ്ഞ ഇസ്മാണ്. ഇൻഷാ അല്ലാഹ് ആ 2 ഇസ്മുകൾ നമുക്കൊന്ന് പറയാം. യാ മുഅഖിറു യാ തവ്വാബു യാ അല്ലാഹ്, 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 യാ മുഅഖിറു യാ തവ്വാബു യാ അല്ലാഹ്. ഒരു ഇസ്തിഗ്ഫാർ നമുക്ക് പറഞ്ഞാലോ, എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാനും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാവാനും അതുപോലെ എന്തെല്ലാം നമുക്ക് മനസ്സിൽ ഹലാലായ നല്ല ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു ഖൈറായി സഫലീകരിച്ച് തരാനൊക്കെ പറ്റിയ ഒരു ഇസ്തിഗ്ഫാറാണ് ഇനി നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി
الجلال والإكرام أستغفر الله العظيم يا ذا 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 الجلال والإكرام. പല ഉമ്മമാരും ഈ കമന്റിലൂടെ പറയുന്നുണ്ട്, ഉസ്താദേ നിരന്തരമായ രോഗങ്ങളാണ്, എനിക്ക് രോഗം വന്നു, അത് കഴിഞ്ഞ് ഭർത്താവിന് രോഗം വന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് രോഗം വന്നു, മൂത്ത മോനിക്ക്, ഇളയ മോനിക്ക്, അങ്ങനെ രോഗങ്ങൾ ഇങ്ങനെ വീട്ടിൽ നിന്നും പോകുന്നില്ല, മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വലിയ പ്രശ്നത്തിനാണ്, കടത്തിലാണ്, വീട് പണി നടക്കുന്നു, പൂർത്തിയായിട്ടില്ല. അതുപോലെ വിവാഹം ആലോചന വരുന്നുണ്ട്, ശരിയാകുന്നില്ല. ജോലിക്ക് പല സ്ഥലത്ത് പോകുന്നുണ്ട്, ശരിയാകുന്നില്ല. അങ്ങനെ നീറുന്ന നൂറ് പ്രശ്നങ്ങളുള്ളവരെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി, രോഗങ്ങളൊക്കെ മാറി, എല്ലാവിധ ഖൈറുണ്ടാവാൻ നമുക്ക് പറ്റിയ 2 ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതാണ്. നമ്മളിതാ പറയാൻ പോവുകയാണ്. അള്ളാഹു ഈ ഇസ്മിനുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മയും നൽകുമാറാവട്ടെ. ആമീൻ. യാ ഖാദിറു യാ ഷാഫി യാ അല്ലാഹ്, 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 യാ ഖാദിറു യാ ഷാഫി യാ അല്ലാഹ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന ഒരു ദിക്റാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ പ്രതീക്ഷകളാണ്. ഇന്ന് ഇന്നാലിൻ്റെ കാര്യം ചെയ്യണം, ഇന്ന് അവിടെ പോകണം, ഇവിടെ പോകണം, ഇന്ന് അയാൾക്ക് അത് കൊടുക്കണം, അതിൽ അയാളുടെ കയ്യിൽ നിന്നും ഇത് വാങ്ങണം, അങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൈറായി നമുക്ക് കിട്ടാനും അള്ളാഹുവിൻ്റെ എല്ലാവിധ സഹായവും ബറക്കത്തൊക്കെ ഉണ്ടാവാൻ, അള്ളാഹുവിൻ്റെ കാവൽ, നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ കാവലുണ്ടാവാൻ, മക്കളുടെ കാര്യങ്ങളിലും ജോലിയിൽ, നമ്മുടെ വാഹനത്തിൽ, കച്ചവടത്തിൽ, എല്ലാത്തിനും ഹൈറുണ്ടാവാനൊക്കെയുള്ള ഒരു ദിക്റാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. 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 ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്.
ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ് 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 ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബന കൊണ്ട് തുടങ്ങുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന ഒരു ദുആയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്കൊന്ന് പറയാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാൻ ഒരു കഴിവില്ല. അല്ലാഹ് തന്ന കഴിവാണ് നമുക്കെല്ലാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ കഴിവിനെ വാഴ്ത്തി പറഞ്ഞ് നമുക്കൊരു കഴിവും ഇല്ല എന്ന് നമ്മൾ സമ്മതിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ربنا عليك توكلنا وإليك أنبنا وإليك المصير 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 ربنا عليك توكلنا وإليك أنبنا وإليك المصير. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടണം അല്ലേ? ആഖിറത്തിൽ നമുക്ക് വിജയിക്കണം. മുത്തുനബിയുടെ ശഫാഅത്ത് നമുക്ക് കിട്ടണം. അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് കിട്ടണം. മുത്തായ ഹബീബിൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടണം അല്ലേ? മാത്രമല്ല ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ഇസ്സത്ത്, അഭിമാനം നമുക്ക് വേണം. എല്ലാത്തിനും ഉപകരിക്കുന്നൊരു സ്വലാത്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് 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 സല്ലല്ലാഹു അലൈക യാ
സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായത് നമ്മുടെ നാവ് ഭംഗിയുള്ളതാവണം, നമ്മുടെ ഈമാൻ ഒന്ന് പുതുക്കി വരണം, നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഒന്ന് പ്രകാശിക്കണം. അതിന് പറ്റിയ ഒരു ദിക്റുണ്ട്. ദിക്റുകളുടെ നേതാവ് സയ്യിദുൽ അദ്കാർ അതേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഞാനും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ദിക്റിനെ കവച്ചു വെക്കാൻ വേറെ ഒരു ദിക്റുമില്ല. നമുക്ക് ആ ദിക്ർ ഒന്ന് പറഞ്ഞാലോ? ആ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ഹലാലായ മുറാദുണ്ടോ എല്ലാം അള്ളാഹു ഹാസിലാക്കട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. നല്ല ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ്.
നമ്മുടെ ഈ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, തസ്ബീഹിൻ്റെ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്തുകൊണ്ടും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു മജ്ലിസാണ്, യാതൊരു സംശയവുമില്ല. ഒരുപാട് നിഷ്കളങ്കരായ ഉമ്മമാരും ഒരുപാട് ഉപ്പമാർ, തഹജ്ജുദ് മുടക്കാത്ത എത്രയോ ബാപ്പമാരുള്ള സദസ്സാണ് അല്ലേ. അള്ളാഹു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു സഫലീകരിച്ച് തരുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കട്ടെ. നമ്മുടെ ഈ മജ്ലിസിൽ പ്രത്യേകമായി ആരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാവട്ടെ, റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ ഇൻഷാ അള്ളാഹ്. ആരൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്ക് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരൊക്കെ ദ്വാവസിയത്ത് പറഞ്ഞു എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ ദ്വായിനെ, നമ്മുടെ ഒരുമിച്ച് കൂടൽ, നമ്മുടെ മജ്ലിസ് എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب ബന്നാർ. അർഹമുർ-റഹീമീനായ രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ ദുആഇനെ നീ കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ പറ്റിയവരാണ്. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായി റബ്ബേ രാത്രിയിലും പകലിലുമൊക്കെ നിരവധി തെറ്റുകൾ അബദ്ധങ്ങൾ പറ്റിയവരാണ്. എല്ലാം ഞങ്ങൾ ഏറ്റുപറയുകയാണ്, ഞങ്ങൾ തൗബ ചെയ്യുകയാണ്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങളെ നീ പൊറുത്തു തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇനിയുള്ള കാലം നിനക്കും നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, സഹോദരി സഹോദരന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, അയൽവാസികൾ, റഹ്മാനെ ആരെല്ലാം മരണപ്പെട്ടോ ലോക മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. സ്വർഗ്ഗപ്രവേശനം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. നരകമോചനം അവർക്കും ഞങ്ങൾക്കും നീ നസീബാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് നിഷ്കളങ്കരായ പാവപ്പെട്ട ഉമ്മമാരുണ്ട്, ഒരുപാട് ഇബാദത്തെടുക്കുന്ന ഉപ്പമാരുണ്ട്, ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ. റഹ്മാനെ, ഞങ്ങൾ ഒരുപാട് ദിക്ർ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹ് പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, നിന്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ദുആരക്കുകയാണ് റബ്ബേ. ഞങ്ങളുടെ ദുആ നീ കബൂലാക്കി ഞങ്ങളുടെ മനസ്സിന്റെ വിഷമങ്ങൾ നീ മാറ്റിത്തരണയല്ലാ, പ്രശ്നങ്ങൾ മാറ്റണയല്ലാ, സങ്കടങ്ങൾ മാറ്റണയല്ലാ, രോഗങ്ങൾ നീ ശിഫയാക്കി തരണയല്ലാ. അല്ലാഹുവേ, മാരകവും അല്ലാത്തതുമായ രോഗങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ നഷ്ടപ്പെടുത്തല്ലയല്ലാ. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണയല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ നീ നന്മകൾ തരണയല്ലാ, എല്ലാവിധ സലാമത്തും തരണേ റഹ്മാൻ.
റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ ഓരോ വീഡിയോകൾക്ക് താഴെയും പറയാറുണ്ട്. അവരുടെയൊക്കെ മനസ്സിലുള്ള നല്ല ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്ക് റബ്ബേ. വിവാഹപ്രായമെത്തിയ ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ ഖൈറായ ഇണകളെ കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, വീട് പണി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ വിനീതന്റെ ഉൾപ്പെടെ എൻ്റെ ഉൾപ്പെടെ ഒരുപാട് പേരുടെ വീട് പണി നടക്കുകയാണ്. അതെല്ലാം നീ എളുപ്പത്തിലാക്കി തരണേ അല്ലാ. അതിൻ്റെയൊക്കെ സാമ്പത്തികമായ സ്രോതസ് അല്ലാഹുവേ നീ തുറന്ന് തരണേ റഹ്മാനെ. എല്ലാം നീ നിന്റെ ബറക്കത്തിലാക്കണയല്ല, സലാമത്തിലാക്കണയല്ല, ഖൈറിലാക്കണയല്ല. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ നീ ഐശ്വര്യം തരണയല്ല. എല്ലാവിധത്തിലുള്ള ഷർബല മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ വാഹനം, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കച്ചവടം എല്ലാത്തിനെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നിരവധി പേരാണ് ഞങ്ങളോട് ദുആരക്കാൻ പറഞ്ഞത്. ഉസ്താദേ, വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി, 15ആയി, 25ആയി, ഇതുവരെ മക്കളില്ല. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളിൽ നീ നന്മ നിറച്ച് നൽകണേ അല്ലാ. സ്വലാഹിയത്ത് കൊടുക്കണേ അല്ലാ, അദബ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ആധുനിക കാലഘട്ടം വളരെ മോശപ്പെട്ട കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവിധത്തിലുള്ള ദുശീലങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി യാസീനോതുന്ന, പൊട്ടിക്കരഞ്ഞ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ സാല് സവാബ് നടത്തുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങൾ എല്ലാത്തിലും നീ എളുപ്പം നൽകണേ അല്ലാ. പരീക്ഷകൾ വഴുകയാണ്, പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു, പലതും കഴിഞ്ഞു. ഉന്നതമായ വിജയം ഞങ്ങളുടെ മക്കൾക്കും ബന്ധപ്പെട്ടവർക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളിലേക്ക് നീ തരല്ലേ അല്ലാ. ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മജ്‌ലിസിന്റെ ദുആ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും അടുത്ത വർഷം ഹജ്ജിന് പോവാൻ നിയത്താക്കിയിട്ടുണ്ട്. അത് നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത കാലത്ത് തന്നെ ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നിലവിൽ ഹറമിലുള്ളവരുണ്ട്, ആ യാത്ര ഉദ്ദേശിക്കുന്നവരുണ്ട്, ഡേറ്റ് കിട്ടിയവരുണ്ട്. റഹ്മാനെ, എല്ലാവരുടെയും ഉംറയും അതുപോലെ സിയാറത്തും എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ നീ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാവരുടെയും കടങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ സഫർ മാസത്തിന്റെ പുണ്യമായ ദിനങ്ങൾ വിട പറയുകയാണ്, നീ സ്വീകരിക്കണേ അല്ലാ. പവിത്രതകൾ ഏറെ നിറഞ്ഞ പുണ്യമായ റബീഉൽ അവ്വൽ മാസം വരികയാണ് റഹ്മാനേ. ആ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നീ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, മുത്ത് ഹബീബിനോടുള്ള മഹബ്ബത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങൾ, ദുഷിച്ച മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാ, ഇണക്കം തരണേ അല്ലാ, പിണക്കങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാം നീ ഏറ്റെടുത്ത് വേണ്ടതുപോലെ മുറ പോലെ നടത്തി തരണേ അല്ലാ. ഞങ്ങൾ നിന്നിലേക്ക് തവക്കുലാക്കുകയാണ് എല്ലാ കാര്യങ്ങളും. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നാളെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ, നമ്മുടെ ദുആയിനെ എല്ലാം ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.